ഈ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് കൂടുതൽ കമ്പനീനെ പുരോഗമിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ കമ്പനി നന്നായി പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അപ്പൊ നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് ഇൻക്രീസ് ആവുള്ളൂ അല്ലെ. അപ്പൊ കൂടുതൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഷെയർ പ്രൈസ് ഇൻക്രീസ് ആക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പോ പ്രത്യേകിച്ചും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവും, ഷെയർ പ്രൈസ് ഇൻക്രീസ് ആക്കണം എന്നുണ്ടാവും, അവർ കമ്പനീന്റെ പെർഫോമൻസ് നല്ല രീതിക്ക് കാണിക്കണം എന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പല രീതിക്ക് മാനിപ്പുലേഷൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ ഈ ഒരു സെന്റൻസ് കാണുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു കാര്യം ഓടിച്ചാടി കയറി വരണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇത് അപ്പോൾ അതും ഒരു റിസ്ക് ആയിട്ട് മാറും. 9ാമത്തെ റിസ്ക്, മാനിപ്പുലേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്.